നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. കല്ലാ കല്ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. നിങ്ങളെ ഈ ദുനിയാവിലെ നെട്ടോട്ടവും നിങ്ങളെ കിടമത്സരവും നിങ്ങളെ ദുനിയാവിനോടുള്ള അമിതമായ പ്രേമവും അതേ ദുനിയാവിനുള്ള സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള കടിപിടിയും ഓ മനുഷ്യ അത് നിലനിൽക്കൂല. സൗഫ തഅലമൂൻ, ശേഷം നിങ്ങൾക്ക് ശരിക്കങ്ങ് മനസ്സിലാകും കേട്ടോ, അറിയാൻ കഴിയും കേട്ടോ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെ നിങ്ങളാ വിചാരിച്ചതുപോലെ അല്ല. സൗഫ തഅലമൂൻ, നിങ്ങൾ ശരിക്കും അങ്ങ് നിങ്ങൾക്ക് ബോധ്യപ്പെടും കേട്ടോ. നിങ്ങളെ ജീവിതത്തിന് അവസാനമുണ്ട്, നിങ്ങൾക്ക് മരണം ഉണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിലതൊക്കെ ബോധ്യപ്പെട്ടു പോയി, ഇതുവരെയുള്ളതൊക്കെ കൈയൊഴിച്ചു പോയി. അറിയാമല്ലോ, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രസവിച്ച ഉടനെയുള്ള കുട്ടികൾ എപ്പോഴും കൈ ഇങ്ങനെ പൂട്ടിയിട്ടാണ് പിടിക്കുക. പ്രസവിക്കുമ്പോൾ തന്നെ പൂട്ടിയിട്ടാ വരിക. കാരണം ഉള്ളൊക്കെ എന്റെ കയ്യിലാക്കും എന്നുള്ള നിലക്കാ, ഒക്കെ ഞാനിങ്ങ് എന്റെ കയ്യിലാക്കും എന്നുള്ള നിലക്കാ കുട്ടിക്കാലത്ത്. എന്നാൽ മരിക്കുന്ന മനുഷ്യന്റെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈ ഇങ്ങനെ നിവർത്തിയിട്ട് ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇതിനിടയിലുള്ള സമയം എത്രയാണോ? അതേ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കുന്ന ഇഖാമത്ത് കൊടുത്തിട്ട് നിസ്കാരത്തിനിടയിലുള്ള സമയമാണ്. പ്രസവിച്ച ഉടനെ വലത്തെ ചവിട്ടിൽ ബാങ്ക് വിളിച്ചില്ലേ, ഇടത്തെ ചവിട്ടിൽ ഇഖാമത്ത് വിളിച്ചില്ലേ, നിസ്കരിച്ചിട്ടില്ല. ഇനി മയ്യിത്ത് നിസ്കാരമാണ്. ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയ്ക്കുള്ള സമയമാണ് എന്റെയും നിങ്ങളെയും ജീവിതം. അതുകൊണ്ടാണ് മയ്യിത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും ഇല്ല. കാരണം അത് നേരത്തെ കൊടുത്തു പോയിട്ടുണ്ട്. ഈ ഒരു ചെറിയ യാത്രയല്ലേ ഈ ഭൂമിയിലെ ജീവിതം. ആ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് കൊണ്ടുപോയി വെക്കുന്ന ഖബറില്ലേ, എയർ കണ്ടീഷൻ ഉണ്ടോ, വിശറിയുണ്ടോ, ഫാനുണ്ടോ, അവിടെ തലയണിയുണ്ടോ, കിടക്കയുണ്ടോ? അതിനു മുമ്പ് തന്നെ നിന്റെയും എന്റെയും അവസ്ഥ എന്താണ്? മരണം വന്നപ്പോൾ ഓടാൻ കഴിഞ്ഞോ? രക്ഷപ്പെടാൻ കഴിഞ്ഞോ? കിടമതാ മരിച്ചു കിടന്നപ്പോൾ ഉറുമ്പ് കയറിയിട്ട് അതിനെ തെളിക്കാൻ കഴിഞ്ഞോ? ഈച്ച വന്നപ്പോൾ തെളിക്കാൻ സാധിച്ചോ? ഒരേ വെപ്പ് നിന്റെയും എന്റെയും ശരീരം വെച്ചാൽ നാറിയിട്ടെടുക്കാൻ പറ്റുമോ? ആ മരണം സംഭവിച്ചിട്ട് പിന്നെ നിനക്കും എനിക്കും സ്വന്തം കുളിക്കാൻ പറ്റിയോ? സ്വന്തം ഔറത്ത് മറക്കാൻ പറ്റിയോ? സ്വന്തം വണ്ടി ഓടിക്കാൻ പറ്റിയോ? സ്വന്തം നടക്കാൻ പറ്റിയോ? മയ്യിത്ത് കട്ടിലിൽ കയറ്റിക്കൊണ്ടുപോവുകയല്ലേ. നീ എത്ര പവറുള്ള കാറിൽ യാത്ര ചെയ്താലും, നീ ഏത് പ്ലെയിനിൽ പറന്നാലും മോനെ, നിന്റെ എല്ലാ കാർ സവാരിയും എല്ലാ പ്ലെയിൻ സവാരിയും നിന്നുപോയില്ലേ? മയ്യിത്ത് കെട്ടിൽ കയറ്റിക്കൊണ്ടുപോയില്ലേ? ഖബറിലങ്ങ് വെക്കുമ്പോൾ നിനക്കൊന്നുകൂടി മനസ്സിലായില്ലേ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ? എന്റെ പ്രിയപ്പെട്ട അനുയായികൾ എവിടെ? എന്റെ പ്രിയപ്പെട്ട നേതാക്കൾ എവിടെ? എന്റെ ബാപ്പ എവിടെ? മക്കളെവിടെ? ഉസ്താദ് എവിടെ? ശിഷ്യന്മാരെവിടെ? ഇറങ്ങുമ്പോൾ ചെരിപ്പെടുത്തുകൊണ്ട് തന്നിരുന്ന ശിഷ്യന്മാരില്ലേ? ഉസ്താദിന്റെ ശരീരത്തിൽ ചളി തെറിച്ചു പോയാൽ വെള്ളവും കൊണ്ടുവന്ന ഉസ്താദേ ശിഷ്യന്മാരില്ലേ? ഇല്ല ഇല്ല, ഒറ്റയ്ക്ക് ഈ പാവപ്പെട്ട ഞാൻ ഖബറിൽ കിടക്കേണ്ടതുണ്ട്, നിങ്ങളും ഖബറിൽ കിടക്കേണ്ടതുണ്ട്. ആരുണ്ടവിടെ? അവിടെ ചെയ്ത സൽക്കർമ്മങ്ങളല്ലാതെ ഒന്നുമില്ല. കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടോ? നോമ്പെടുത്തിട്ടുണ്ടോ? സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ബന്ധം ചേർത്തിട്ടുണ്ടോ? അയൽവാസികൾക്ക് നന്മ ചെയ്തിട്ടുണ്ടോ? ഭാര്യമാരോട് നീതി കാണിച്ചിട്ടുണ്ടോ? ഭർത്താവിനെ ചതിക്കാതെ സദേ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചിട്ടുണ്ടോ?
ദിക്റും സലാത്തും ഔറാദ് ഖുർആനോത്തും ഒക്കെ നടത്തിയിട്ടുണ്ടോ? പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി അല്ലാഹ് തന്നതിൽ നിന്ന് സദഖ ചെയ്തിട്ടുണ്ടോ? സ്വർണമാകട്ടെ, വെള്ളിയാകട്ടെ, പണമാകട്ടെ, സ്വത്താകട്ടെ കൊടുത്തിട്ടുണ്ടോ? സാധുക്കളെ രക്ഷിച്ചിട്ടുണ്ടോ? പഠിച്ച ഇൽമു തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയുന്നത് ജീവിതത്തിൽ പകർത്തണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സൽക്കർമ്മങ്ങളുണ്ടോ? ഖബറിൽ സന്തോഷമാണ് കേട്ടോ, ഇല്ലെങ്കിൽ വലിയ സങ്കടമാണ് കേട്ടോ. ആ ഖബറും എന്നേക്കുമല്ല, കൊല്ലങ്ങളോളം അവിടെ കഴിഞ്ഞാൽ അവിടുത്തെ വിസിറ്റ് കഴിഞ്ഞു, റബ്ബിന്റെ കോടതിയിലേക്കാണ്. അതുകൊണ്ടല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. അതേ, ശരിയായ ഉറപ്പിന്റെ ഇൽമങ്ങ് കിട്ടുന്നു. ആ ഇൽമങ്ങാനും ശരിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ശരിയായ ഉറപ്പെങ്ങാനും മനസ്സിലുണ്ടെങ്കിൽ, പണമിങ്ങനെ വെച്ചിട്ട് നല്ലതിന് കൊടുക്കാതിരിക്കൂല. ശരിയായ ഉറപ്പുണ്ടെങ്കിൽ നിസ്കരിക്കാതെ സുബ്ഹി ഖളാക്കൂല. ശരിയായ ഉറപ്പുണ്ടെങ്കിൽ ഗീബത്തും നമീമത്തും ഫിത്നയും കളവും പറയൂല. കച്ചവടത്തിൽ വഞ്ചന നടത്തൂല. ബാപ്പ ഉമ്മാനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ തട്ടൂല. ശരിയായ ഉറപ്പാഖിറത്തിനെ കുറിച്ചുണ്ടെങ്കിൽ ആലിമീങ്ങളെ ചീത്ത പറയൂല. ഒരാളെയും തെറി പറയൂല. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ശരിയായ ഉറപ്പ് മനസ്സിലുണ്ടെങ്കിൽ അവരുടെ ജീവിതം അതാ ഈ പെരുമ്പറയടിക്കലും പരുപ്പം പറയലും അതുപോലെ അനാവശ്യത്തിലൂടെ ഹറാമിലൂടെ പണം സമ്പാദിച്ച് പണം വർദ്ധിപ്പിക്കലും, അതിലേക്ക് അവരെ ജീവിതം നീങ്ങൂല. എന്നാൽ ഇൽമുൽ യഖീൻ വിട്ടിട്ട് ഐനുൽ യഖീൻ ഉണ്ട് കേട്ടോ, ഹഖുൽ യഖീൻ ഉണ്ട് കേട്ടോ. അതെന്താണ്? ലതറവുന്നൽ ജഹീം. നിങ്ങൾ ജഹീമാകുന്ന നരകത്തെ നിശ്ചയമായും സത്യമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ആ നരകത്തിനെ കാണല് മാത്രമല്ല, ആ നരകത്തിന്റെ ആളലും കത്തലുമൊക്കെ ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടുള്ള തീ അതാളിക്കത്തുന്നു. അതേ 70,000 വട്ടക്കണ്ണികളുള്ള ജഹന്നം. ആ ജഹന്നമിനെ ഓരോ വട്ടക്കണ്ണി 70,000 മലക്കുകൾ പിടിച്ച് കൊണ്ടുവരുന്നു. തെമ്മാടികളെ കാണുമ്പോ, ദുനിയാവിന്റെ പൂജകരെ കാണുമ്പോ, ആഖിറം ചിന്തിക്കാത്തവരെ കാണുമ്പോ, സുന്നത്ത് ജമാഅത്തുള്ള മുഴുവൻ ആളുകളും മുശ്രിക്കും കാഫിറുമാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കാഫിറാക്കി പ്രഖ്യാപിച്ചവരെ കാണുമ്പോ, അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞവനെ കാണുമ്പോ, അല്ലാഹുവിനെ സംബന്ധിച്ച് കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞവനെ കാണുമ്പോ, അങ്ങനെ അള്ളാഹിനെ പറ്റി തെറ്റായ വിശ്വാസം, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് തെറ്റായ വിശ്വാസം, അതേ നിസ്കാരത്തിന്റെ ഫർള് മാറ്റി, നോമ്പിന്റെ നിയമം മാറ്റി, അതേ നിസ്കാരത്തിന്റെ റകഅത്ത് ചുരുക്കി, അങ്ങനെ അള്ളാഹിന്റെ ദീന് വെട്ടിച്ചുരുക്കിയവരെ കാണുമ്പോ, വിശ്വാസമില്ലാത്തവരെ കാണുമ്പോ, തഖ്വ ഇല്ലാത്തവരെ കാണുമ്പോ, ആ ജഹന്നമാകുന്ന നരകം മലായികത്തിന്റെ കയ്യിൽ നിന്ന് തെറിപ്പിച്ചോടാനുള്ള ഒരു പരിശ്രമം നടത്തുന്ന ഗൗരവമേറിയ ഒരു സമയം. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈൻ ബിജഹന്നം യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ ലതറവുന്നൽ ജഹീം. ആ ജഹീമിനെ നിങ്ങൾ നേർക്ക് നേരെ അങ്ങ് കാണുന്ന സമയം കണ്ടാൽ പോരാ, ثم لترونها عين اليقين. ആ ജഹന്നമിന്റെ മേലെ നേരിയ ഒരു പാലം കൊണ്ടുവന്ന് വെച്ചിട്ട് ജഹന്നമിന്റെ മേലെ കൂടി നടന്നങ്ങ് പോകേണ്ട ഒരു സമയം, ആ ജഹന്നമിന്റെ ചെറിയ ചൂട്, അതിന്റെ വിഷമം അനുഭവിക്കേണ്ടി വരുന്നൊരു സമയം. അപ്പോൾ ഉറപ്പില്ലാത്തവനോട്
ജീവനുണ്ടോ? ആ ഉറപ്പ് നിനക്ക് ശരിക്കുണ്ടെങ്കിൽ നീ ഒരനാവശ്യത്തിലും പോയി ചാടൂലായിരുന്നു, ദുന്യാവിന്റെ നെട്ടോട്ടത്തിന് നിൽക്കൂലായിരുന്നു, നീ അല്ലാഹ് തന്നതിൽ നിന്ന് കൊടുക്കുമായിരുന്നു. എന്നാൽ വല്ലാത്ത ഗൗരവമുള്ള ഒരു വാക്കാണ് മുഅ്മിനീകളെ, സൂറത്തുൽ തകാസുറിൽ അല്ലാഹ് അടുത്ത വാചകം പറയുന്നത്. അതോടുകൂടി ആ സൂറത്ത് റബ്ബങ്ങ് മുഴുമിപ്പിക്കുന്നു. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ثم لتسألن يومئذ عن النعيم. ഈ പാവപ്പെട്ട ജാനത് കേൾക്കുമ്പോൾ പേടിച്ച് വിറക്കേണ്ടതില്ലേ? നിങ്ങൾ കിടിലം കൊള്ളേണ്ടതില്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ثم لتسألن يومئذ عن النعيم. പിന്നെ ഓരോരുത്തരും അല്ലാഹ് കൊടുത്ത ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നു. നിശ്ചയം പടച്ചറബ് ഓരോ അനുഗ്രഹം വെച്ച് ചോദ്യം ചെയ്യുകയാണ്. ആ രാജാവിന്റെ മുമ്പിൽ കൈക്കൂലി നടക്കുമോ? സ്വാധീനം നടക്കുമോ? കള്ളം പറയാനൊക്കുമോ? കള്ളരേഖ ഹാജരാക്കാനൊക്കുമോ? അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അവനല്ലേ യഥാർത്ഥ ഭരണാധികാരി, അവനല്ലേ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വലിയ തീരുമാനം പറയുന്ന ജഡ്ജി. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ പിന്നെ ചോദ്യമാണ്.